എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്സിനെ കുറിച്ചൊന്ന് സംസാരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾക്കറിയാം ദൈവം നമ്മൾക്ക് വാഗ്ദത്തം പറഞ്ഞ് നമ്മൾക്കൊരു വീട് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മളെ താമസിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്കൊരു ദൈവം വാഗ്ദത്തം പറഞ്ഞ് തന്നൊരു ജോലി, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പഠിക്കാൻ അവസരം തന്നിരിക്കുന്ന ഒരു സ്കൂള്, കോളേജ്, പ്രൊഫഷണൽ കോളേജുകൾ എന്തുമാകട്ടെ. ഇനി അല്ലെങ്കിൽ വിദേശത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം നമ്മൾ വിദേശത്ത് പഠിക്കുവാനായിട്ടോ ജോലിക്കായിട്ടോ ഒക്കെ പോയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ എന്തിനേറെ പറയുന്ന ഒരു വിവാഹമാകട്ടെ, ഇവിടെയെല്ലാം നമ്മളെ ഉറപ്പിക്കത്തില്ല, നമ്മളെ അവിടുന്ന് ഓടിക്കുമെന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. അത് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതല്ലേ. എന്ന് വെച്ചാൽ ദൈവം വാഗ്ദത്തം പറഞ്ഞ് നമ്മൾക്ക് തന്നിരിക്കുന്നതിനെല്ലാം അത് നമ്മളുടെ കയ്യിൽ നിൽക്കാതെ വണ്ണം, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നമ്മളെ നിർത്താതെ വണ്ണം നമ്മളെ ഓടിപ്പിച്ചു കളയുന്ന ഒരു പൈശാചിക മണ്ഡലം. അത് ആത്മീയ മേഖലകളിലാണെങ്കിലും ഭൗതിക മേഖലകളിലാണെങ്കിലും ഇങ്ങനെയൊരു പോരുണ്ട്. നമ്മൾ പാർക്കുന്ന ദേശത്ത് അല്ലെങ്കിൽ പാർക്കുന്ന വീട്ടിൽ നമ്മളെ പാർപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് വ്യാപരിക്കുന്ന ഒരു പോര്, അല്ലെങ്കിൽ ജോലി മേഖലകളിൽ നമ്മളെ അവിടെ നിർത്തത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ ജോലി റിസൈൻ ചെയ്ത് വിട്ട് ഓടിപ്പോകത്തക്ക വണ്ണം അവിടെ വിഷയങ്ങൾ കൊണ്ടുവരുന്ന ഒരു പൈശാചിക മണ്ഡലം. അതല്ലെങ്കിൽ നമ്മളുടെ പഠനത്തിൻ്റെ ആ ഒരു മേഖലകളിലായിരിക്കുമ്പോൾ അത് പൂർത്തീകരിപ്പിക്കാതെ വണ്ണം നമ്മളെ അവിടുന്ന് ഓടിച്ചു കളയുന്ന ഒരു പോര്. എന്ന് വെച്ചാൽ അത് ഏതെങ്കിലുമൊക്കെ വിധത്തിലാകാം. ഒന്നെങ്കിൽ വ്യക്തികളിലൂടെയുള്ള ഫൈറ്റാകാം, അല്ലെങ്കിൽ എന്താണ്, നമ്മൾക്കവിടെ നിൽക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടിട്ടുണ്ടാകും. അതല്ല എങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലൂടെയൊക്കെ നമ്മളെ കടത്തി വിട്ടിട്ട് നമ്മൾക്ക് എന്താണ്, അവിടെ നിർത്തത്തില്ല, നമ്മളെ ഓടിക്കുമെന്ന് പറയുന്ന ഒരു പോരും. ഇനി എന്താണ്, വിദേശത്ത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഒരു ആൻറ്റി എനിക്കൊരു മെസ്സേജ് അയക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞത്, പുള്ളിക്കാരത്തിയുടെ മോന് വിദേശത്താണ് പഠിക്കുന്നത്. അപ്പോൾ കൂട്ടത്തിലൊരു റൂംമേറ്റ് ഉണ്ട്. അപ്പോൾ ഈ റൂംമേറ്റ്സിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, അവിടെ ആ പയ്യനെ ആ റൂമിനകത്ത് നിർത്തിപ്പിക്കത്തില്ല. അവിടെ ഇങ്ങനെ വിഷയങ്ങളായി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുവല്ലേ ഒരു പെൺകുട്ടിയെ, അത് വേറെ കഥയാണ്. വിദേശങ്ങളിലൊക്കെ ചില ഇടങ്ങളിലൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഒരു ഇങ്ങോട്ട് കയറ്റി വിട്ടതൊക്കെ നമ്മൾക്കറിയാലോ, ആ കൊച്ചിനെ കൊന്നതൊക്കെ നമ്മൾക്കറിയാം. ഇതുപോലെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ എന്താണ്, അവരോട് ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ആൻറ്റി പറഞ്ഞത്, ആൻറ്റിയുടെ ആ ഒരു മകൻ്റെ കൂട്ടത്തിലുള്ള റൂംമേറ്റ്സ് ഒരു പയ്യനാണ്. ആ പയ്യൻ എന്താണ്, ഈ പയ്യനോട് എപ്പോഴും വഴക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. വിദേശത്തൊക്കെ നമ്മൾക്കറിയാം, അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്കൊരു താമസ സ്ഥലം ഒപ്പിച്ചെടുക്കുക, പ്രത്യേകിച്ച് പഠിക്കുന്ന പിള്ളേർക്ക് താമസ സ്ഥലം ഒപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടേറിയ പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, അവർക്കൊന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ നിർത്തത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോലെ പ്രാർത്ഥിക്കണം എന്ന് ഒരു ആൻറ്റി പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമ്മളെ എവിടെ ദൈവം വാഗ്ദത്തം പറഞ്ഞ് ആക്കുന്നിടത്ത് നമ്മളെ നിർത്തത്തില്ലെന്ന് പറഞ്ഞ് വ്യാപരിക്കുന്ന ഒരു പോരുണ്ടാകും. അത് ലോകത്തിൻ്റെ വിധത്തിലാകാം, മനുഷ്യരുടെ വിധത്തിലാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പ്രശ്നത്തിലാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൈശാചിക പോരുകളാകാം, രോഗങ്ങൾ, ആക്സിഡൻറ്റുകൾ എന്ന് വേണ്ട ഏത് വിധത്തിൽ വേണമെങ്കിലും നമ്മളെ ആ പർട്ടിക്കുലർ പ്ലേസിൽ നിന്ന് ഓടിക്കുവാനായിട്ടും, അത് ആത്മീയ മണ്ഡലത്തിലാകാം. ചില സഭകളിൽ ദൈവം നമ്മളെ ആക്കും, അവിടെ നിർത്തത്തില്ലെന്ന് പറഞ്ഞ് വ്യാപരിക്കുന്ന ഒരു പോരാട്ടം. അല്ലെങ്കിൽ എന്താണ്, നമ്മളുടെ എന്തെങ്കിലും ആകട്ടെ, ഏതെങ്കിലും വിധത്തിൽ ഇതെങ്ങനെ ഒരു പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളോടാണ് എനിക്ക് സംസാരിക്കുവാനുള്ളത്. അപ്പോൾ ഓർക്കുക, നമ്മൾ പലപ്പോഴും കണ്ടെത്തുന്നൊരു മാർഗം എന്താണ്, എസ്കേപ്പ് അടിക്കുക അല്ലേ. അപ്പോൾ ഞാനും ആ ആൻറ്റി അങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഞാനും ആദ്യം വിചാരിച്ചു, എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി ആ പയ്യൻ്റെ കൂടുതൽ അവിടെ താമസിക്കുന്ന വേറൊരു താമസ സ്ഥലം തേടി പോകുന്നതായിരിക്കും. അങ്ങനെ ഒരു ചാൻസ്, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് തേടുന്നത് നല്ലതാണ്. കാരണം നമ്മൾക്ക് താമസ സ്ഥലത്ത്, പ്രത്യേകിച്ച് വിദേശികളുടെ കൂട്ടത്തിലൊക്കെ താമസിക്കുമ്പോൾ അവരുടെയൊക്കെ മൈൻഡ് സെറ്റപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവർ ചിലപ്പോൾ വല്ല അക്രമാസക്തരാകുകയൊക്കെ ചെയ്യുമോ, ഇനി വല്ല ഡ്രഗ്സ് അഡിക്റ്റ് ആണോ എന്നൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾക്ക് അവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനേ സമയമുണ്ടാകത്തില്ല. അപ്പോൾ എസ്കേപ്പ് അടിക്കാൻ പറ്റുന്ന മേഖലകളിൽ എസ്കേപ്പ് അടിച്ചു പോവുക. എന്നാൽ നമ്മൾക്കറിയാം, ചില ഇടങ്ങളിൽ ദൈവം നമ്മളെ കൊണ്ടേ ആക്കിയതാണ്. അവിടെ നമ്മൾക്ക് ദൈവം ഒരു നന്മ കരുതി വെച്ചിട്ടുണ്ടാകും. ആ നന്മ നമ്മളെ കൊണ്ട് പ്രാപിക്കാതെ വണ്ണം പോരാടുന്ന ചില പോരാട്ടങ്ങളുണ്ടാകും. നമ്മളെ അവിടെ നിന്ന് ഓടിക്കും എന്ന് പറഞ്ഞ് വ്യാപരിക്കുന്ന ചില പോരാട്ടങ്ങളുണ്ടാകും. ഇനി എന്തിനേറെ പറയുന്നത്, നമ്മളൊരു സ്ഥലം മേടിച്ച് വീട് വെച്ചു, അല്ലെങ്കിൽ നമ്മൾക്കൊരു സ്ഥലവും വീടുമുണ്ട്, അതിനെ നോട്ടമിട്ടിരിക്കുന്ന കുറേ പേരുണ്ടാകും. ഇതെങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ വേണ്ടി നോട്ടമിട്ടിരിക്കുന്നവരുണ്ടാകും. അപ്പോൾ ഇവരുടെയൊക്കെ പ്ലാൻ എന്താണ്, എങ്ങനെയെങ്കിലും നമ്മളെ അവിടുന്ന് ഓടിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന പോരുകളുണ്ടാകും. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിനെയെല്ലാം തകർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഒന്ന് ഓർത്ത് നോക്കിക്കോ, ഒരു ചെടി, നമ്മളിപ്പോൾ ഒരു ചെടി നട്ടു. ഇനി ആ ചെടീനെ നമ്മൾ അവിടുന്ന് പറിച്ച് ഇങ്ങനെ നമ്മൾ വേറെ സ്ഥലത്ത് ഇങ്ങനെ മാറ്റി നട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ? അതിൻ്റെ വേര് ഒരിക്കലും പിടിക്കത്തില്ല അല്ലേ, അതിൻ്റെ വേര് ഉറയ്ക്കത്തില്ല. ആ ചെടി കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് ഒരു ഗുണവും ഇല്ലാതായി പോകത്തേ ഉള്ളൂ അല്ലേ.
എന്ന് പറയുന്നത് പോലെ ദൈവം നമ്മൾക്ക് ചില നന്മകൾ ഒരുക്കി ചില സ്ഥലങ്ങളിൽ നമ്മളെ ആക്കി വെച്ചിട്ടുണ്ടാകും. അവിടെ നമ്മളെ നിർത്തത്തില്ല എന്നുള്ളൊരു പോരും. അപ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യകാലങ്ങളിലൊക്കെ ഞാനും ഇതുപോലെ അനുഭവിച്ചു കൊണ്ടിരുന്നതാണ്. എനിക്ക് തീരെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സമാധാനത്തിന് തടസ്സമാകുന്ന എന്തുണ്ടായാലും ഞാൻ അപ്പം അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചു പോകും. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു എനിക്ക്. ഇപ്പോഴും അതിന് മാറ്റമുണ്ട് എന്നല്ല, എന്നാലും ഈ കാര്യങ്ങളൊക്കെ ആത്മീയ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു കഴിയുമ്പോൾ കുറേയൊക്കെ നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കും. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുന്നില്ല, അപ്പം ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചു പോകും. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എത്ര ചേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു റൂംമേറ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് കണ്ടു കഴിയുമ്പോൾ അവരോട് ഫൈറ്റിങ്ങിനൊന്നും നിൽക്കില്ല, അപ്പം അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കും. അതായിരുന്നു എൻ്റെ പരിപാടി. അപ്പം അങ്ങനെ വരുമ്പോഴത്തെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ നമ്മൾക്ക് കുറേ സാമ്പത്തിക നഷ്ടം, നമ്മൾ പ്രാർത്ഥിച്ചുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം, അതൊക്കെ നമ്മൾക്ക് നഷ്ടമായി കഴിയും അല്ലേ. ജോലി സ്ഥലത്ത് അഡ്ജസ്റ്റ് ആകുന്നതിന് അപ്പം എസ്കേപ്പ് അടിക്കും. അപ്പോൾ എന്താണ്, നമ്മൾക്ക് സീനിയോറിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു പോകും അല്ലേ. നമ്മളെപ്പോഴും ഫ്രഷറായിട്ട് തന്നെ അങ്ങനെ ഇരിക്കേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ കുറേ അനുഭവിച്ചതാണ്. പിന്നെ ദൈവം അതിന്മേലെ എനിക്കൊരു വിടുതൽ തന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനത്തെ ചില പ്രോബ്ലംസ് നമ്മളുടെ ജീവിതത്തിലോട്ട് കടന്നു വരും. അപ്പോൾ അങ്ങനെ കടന്നു വരുമ്പോൾ അതിന്മേലൊരു ജയം എടുക്കാതെ നമ്മൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയത്തില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇതേ നമ്മളൊരു സ്ഥലം മേടിച്ചു, വീട് വെച്ചു, ആ വീട്ടിൽ നമ്മൾക്ക് താമസിക്കുവാൻ പറ്റുന്നില്ല. അവിടെ പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ആണ്. നമ്മൾക്ക് അത് വിട്ടിട്ട് പോയിട്ട് പിന്നെ അത് നമ്മൾ ഉപേക്ഷിച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോയി വേറെ മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ലല്ല. അത് നമ്മൾക്ക് നഷ്ടങ്ങളിലൂടെയൊക്കെ ചിലപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവം തന്നതാണ്, അല്ലെങ്കിൽ ദൈവം വാഗ്ദത്തം പറഞ്ഞു തന്നതാണെന്ന് ഉറപ്പുള്ളതാണെങ്കിൽ അത് നഷ്ടപ്പെടുത്താതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പിശാച് എപ്പോഴും എന്താണ്, ദൈവം തന്ന നന്മകൾക്കെതിരെ പിശാച് എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കും. ദൈവം തന്ന വീട്ടിൽ നമ്മളെ പാർപ്പിക്കത്തില്ല, ദൈവം തന്ന ജോലിയിൽ നമ്മളെ നിർത്തത്തില്ല, ദൈവം തന്ന പഠനത്തിൽ നമ്മളെ അത് പൂർത്തീകരിപ്പിക്കത്തില്ല, ദൈവം തന്നിരിക്കുന്ന രാജ്യത്ത് നമ്മളെ നിർത്തത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പൈശാചിക മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ ദൈവം തന്ന സഭയിൽ നമ്മളെ നിർത്തത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പൈശാചിക പോരുകൾ, അത് പലപ്പോഴും വ്യക്തികളിലൂടെ ആയിരിക്കും നമ്മൾക്കെതിരെ വരുന്നത്. ചിലപ്പോൾ കുടുംബത്തിനകത്ത്, അല്ലെങ്കിൽ എന്താണ് സഭയിലാണെങ്കിൽ ചിലപ്പോൾ പാസ്റ്ററിലൂടെ, അച്ഛനിലൂടെ ഒക്കെ ആയിരിക്കും ഈ പോര് നമ്മൾക്കെതിരെ വരുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ എസ്കേപ്പ് അടിച്ചു പോകുന്നതിനെ കഴിഞ്ഞും നല്ലത് എന്താണ്, നമ്മളവിടെ പ്രാർത്ഥിച്ച് അതിന്മേൽ ജയം എടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇല്ല എങ്കിൽ അതിലൂടെ ദൈവം നമ്മൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ ദൈവം നമ്മളെ ഉറപ്പിച്ചവിടെ നമ്മൾക്ക് തരും. പക്ഷേ അത് ടൈം നീണ്ടുപോകും. ചില സ്ഥലത്ത് ഇപ്പോൾ ഒരു വീട് നമ്മൾ വിറ്റിട്ട് പോയി കഴിഞ്ഞാൽ ആ ദേശത്തുനിന്ന് നമ്മൾക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കത്തില്ല. പിന്നെ അങ്ങോട്ടൊരു വരവ് നടക്കത്തില്ല അല്ലേ. സഭകളിലാണെങ്കിൽ കുറേ കഴിയുമ്പോൾ ദൈവം നമ്മളെ വീണ്ടും അങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. അതുപോലെ തന്നെ ഓരോരോ ഇത്. പക്ഷേ ചിലത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചു പിടിക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇട്ടിട്ട് എറിഞ്ഞ് ഓടുന്നതിനെ കഴിഞ്ഞ് നല്ലത് പ്രാർത്ഥിച്ച് അതിന്മേൽ ജയം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇല്ല എങ്കിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നന്മ അനുഭവിക്കുവാൻ നമ്മൾക്ക് കഴിയാതെ വരും. നമ്മളുടെ നന്മകൾ നഷ്ടമാകും, അവസരങ്ങൾ നഷ്ടമാകും, എല്ലാം നമ്മൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും. നമ്മളുടെ മനസ്സിന് എവിടെ ചെന്നാലും, കാരണം ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാലത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ പിശാച് ആ ഒരു ആയുധവുമായിട്ട് വീണ്ടും 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 നമ്മളുടെ പുറകെ വരും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കുക, അവിടെ നമ്മൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല, അവിടുത്തെ ആൾക്കാരുടെ ഭയങ്കര ശല്യം, നമ്മൾ അവിടുന്ന് ഓടി അടുത്ത സ്ഥലത്ത് ചെല്ലുക. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഈ പിശാച് ഇവിടെ നിൽക്കത്തില്ല, ഇത് നമ്മുടെ പുറകെ വരും. അടുത്ത സ്ഥലത്ത് നമ്മളെ നൃത്തത്തിൽ അവിടുന്ന് ഓടിക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ മേൽ നമ്മൾ ജയം എടുക്കുന്നിടം വരെ ഈ പൈശാചിക മണ്ഡലം നമ്മളെ ഇങ്ങനെ പിന്തുടർന്നു കൊണ്ടേ ഇരിക്കും എന്നുള്ളൊരു മർമ്മം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ജയിക്കണം. അതിനെ ജയിച്ച് അതിനെ തകർത്ത് അതിന്മേൽ നമ്മൾ ജയം എടുത്താൽ മാത്രമേ നമ്മൾക്ക് എന്തുണ്ടാകത്തുള്ളൂ? ഒരു ശാശ്വതമായ വിടുതൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യവും ഒരു ആത്മീയ മർമ്മവും നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ. ഞാൻ എപ്പോഴും പറയും, വചനം വെച്ച് പ്രാർത്ഥിക്കണം. വചനം വെച്ച് പ്രാർത്ഥിച്ചാലാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ജയം ഉണ്ടാകുന്നത്. കാരണം വചനം ദൈവമാണ്. നമ്മൾ പറയുന്ന വചനം ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാനൊരു 2 വചനം ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുക. ഒന്നാമത്തെ വചനം 2 തെസ്സലോനിക്കർ 3:3 ഒന്നാമത്തെ വചനം. അത് കർത്താവ് വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അപ്പോൾ ഈ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. ഓക്കെ, ഇനി അടുത്തതുണ്ട് 1 പീറ്റർ 1 പത്രോസ് 5:10. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? അതിന് മുൻപോട്ടുള്ള വാക്യങ്ങളല്ല, ഇത് പറഞ്ഞു. ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ചു ശക്തീകരിക്കും, ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. അപ്പോൾ ഈ 2 വചനം. ഓക്കെ, അപ്പോൾ ഇത് പറയാൻ പറ്റില്ലെങ്കിൽ ആദ്യത്തെ ഒരു വചനം പറഞ്ഞാലും മതിയോ? ഇത്
ഏത് 2 തെസ്സലോനിക്കർ 3:3. അപ്പോൾ ഈ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും ഈ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് അതിന്മേൽ നമ്മൾ ജയമെടുക്കുക. നമ്മൾ ദൈവം തന്നിരിക്കുന്ന നന്മകൾ അത് നഷ്ടമാക്കിപ്പിക്കുവാൻ നിൽക്കുന്ന പോര് നമ്മളെ നിർത്തത്തില്ല, ഓടിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ പറിച്ചു കളയുവാൻ നിൽക്കുന്ന പോരുകൾ ഇനി എന്താണ് ചിലപ്പോൾ ദൈവത്തിൻ്റെ ആയുസ് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ആയുസ്സിന് മുൻപ് ഈ ഭൂമിയിൽ നിന്ന് തന്നെ നമ്മളെ പറിച്ചു കളയുവാനുള്ള പോര് ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നേരിട്ട് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിന്മേൽ നമ്മൾക്ക് ജയം ദൈവം തരുവാനായിട്ട് ഇടയാകും. കാരണം വചനം ദൈവമാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ടല്ലേ, വചനം ദൈവമാണ്. ആ വചനം ക്രിയ ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ വചനം വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുക. ആ പൈശാചിക മണ്ഡലത്തിന്മേൽ ദൈവം നമ്മൾക്ക് ജയം തരിക തന്നെ ചെയ്യും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.